Hello everyone, welcome to another episode of The Chef. So, in the variety cheera cutlet ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ വെജിറ്റേറിയൻസിന് വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത് പോലും. അപ്പോൾ എല്ലാ വെജിറ്റേറിയൻസും ഇത് മസ്റ്റ് ആയിട്ട് കാണുക. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. So, let's go to the video. അപ്പോൾ നമ്മുടെ ചീര കട്ട്ലേറ്റിലുള്ള പരിപാടി തുടങ്ങാം. നമുക്ക് ആദ്യമേ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ സവാളയും അതുപോലെ തന്നെ മല്ലിയില ചീരയൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് സവാള ആഡ് ചെയ്യാം. സവാള ഒന്ന് മൂത്ത് വന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് മാഷ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ചീരയും കൂടെ ചേർക്കാം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നമ്മുടെ മാഷ് ചെയ്ത പൊട്ടറ്റോ നമുക്ക് ആഡ് ചെയ്യാം. അല്പം മഞ്ഞൾപ്പൊടി, അല്പം കുരുമുളക് പൊടി, മുളക് പൊടി. ഞാൻ ഇവിടെ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളകാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം. ഞാൻ ഇവിടെ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് വേണ്ടി ആവശ്യത്തിന് ഉപ്പ്. ഉടയാത്ത ഉരുളക്കിഴങ്ങൊക്കെ ഇതിലിട്ട് നന്നായിട്ടും ഉടച്ചു കൊടുക്കുക. ഈ സ്റ്റേജിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കത് ബോളുകളായിട്ട് ഉരുട്ടി കട്ട്ലേറ്റ് പരുവത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ സോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മിക്സും നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് ഒരു ഉണ്ടയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചീര കട്ട്ലേറ്റ് നന്നായിട്ട് നമ്മൾ കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ നമ്മളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മോരിലും അതുപോലെ ബ്രെഡ് ക്രംസിലും മുക്കി നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഈ വെജിറ്റേറിയൻസിനായതുകൊണ്ടാണ് മുട്ട ചേർക്കാത്തത്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് മോര് ചേർക്കുന്നത്. എന്നിട്ട് മോര് ചേർത്ത് നന്നായി മോരിൽ മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കി ഒന്ന് വറുത്തെടുക്കുക. കട്ട്ലേറ്റൊക്കെ നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം.
ഇടയ്ക്കൊന്ന് നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ റിഫൈൻഡ് ഓയിൽ ഒന്ന് ഉടനെ ഒഴിക്കരുത്, ഒരു മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് റിഫൈൻഡ് ഓയിൽ ഒന്ന് ജസ്റ്റ് ഇതുപോലെ പതുക്കെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ ഉപയോഗിച്ചേക്കുന്ന റിഫൈൻഡ് ഓയിൽ തന്നെയാണ്. ഇതാണ് നമ്മുടെ ചീര കട്ട്ലേറ്റ്. ഓക്കെ, വളരെ സ്വാദിഷ്ടമാണ്, വളരെ എളുപ്പവുമാണ് ഉണ്ടാക്കാനായിട്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ദ ഷെഫ്. ഒന്ന് ഉണ്ടാക്കി നോക്കുക വീട്ടിൽ പോയിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട പോലത്തെ ബ്ലൂപ്പർ ഇനി മേലിലടിക്കരുത്. അതിൻ്റെ നാണക്കേട് ഇതുവരെ മാറിയിട്ടില്ല, നിനക്കറിയാൻ മേലാഞ്ഞിട്ട്.